ദൈവത്തിന്റെ പോരാളികൾ മുംബൈ ഇന്ത്യൻസ് ഊക്കിവിട്ട് പഞ്ചാബ് കിങ്സ്. പൊരുതിത്തോറ്റ പോട്ടെന്ന് വെക്കും. അന്തമാതിരി ഡയലോഗൊന്നും വേണ്ട, തൂറിത്തോറ്റു, അടിച്ചു തൂറ്റിച്ചു. മുംബൈ ഇന്ത്യൻസ് ഗോട്ട് എക്സ്പോസ്ഡ് അഗൈൻ. വീണ്ടും എക്സ്പോസ് ചെയ്തു അവരെ പഞ്ചാബ് കിങ്സ്. മുംബൈ ഇന്ത്യൻസ് പറയുന്നത് ഒരു ലീക്ക് ആവുന്ന വാട്ടർ ടാങ്ക് ആണ്. അവിടെ ഇവരെയും ബുംറയെ പൊത്തി വെച്ചിട്ടാണ് ഇത്രയും കാലം ആ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നത്. ബുംറയ്ക്ക് അടി കിട്ടിയ അട്ടപ്പട്ടെല്ലാം മൂഞ്ചും. എല്ലാവരും പറയുന്നുണ്ട് വി ഹാവ് ബുംറ. ആ ഫ്രേസ് തന്നെ തെറ്റാണ്. വി ഹാവ് ഓൺലി ബുംറ. ബുംറ മാത്രമേ ഉള്ളൂ. ഏജാതി കളി. ക്യാച്ചസ് വിൻ മാച്ചസ്. ബുംറ അണ്ണൻ ഒരു ക്യാച്ച് കൊടുത്തു, പ്രഭ് സിമ്രൻ അണ്ണൻ ക്യാച്ച് വിട്ടു, അടിച്ചു തൂറ്റിച്ചു. ഇന്ന് നമ്മുടെ ഹിറ്റ്മാൻ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹിറ്റ്മാനെ പറ്റിയൊക്കെ പറ. അതിനു മുമ്പ് ലെറ്റ് മീ ടോക്ക് അബൌട്ട് സർപഞ്ച് സാഹബ് ശ്രേയസ് അയ്യർ. കിഡു ബാറ്റ്സ്മാൻ ആണ്, കിഡു ഫീൽഡർ ആണ്, അണ്ടർ റേറ്റഡ് ക്യാപ്റ്റൻ ആണ്. നമ്മൾ ധോണിയുടെ ക്യാപ്റ്റൻസിയെ പറ്റി സംസാരിക്കാറുണ്ട്, രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ പറ്റി സംസാരിക്കാറുണ്ട്, ഇത്രയും കാലം തോറ്റാ കൂടി വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയെ പറ്റി സംസാരിക്കാറുണ്ട്. പക്ഷെ സംസാരിക്കേണ്ടത് ഇപ്പോ ശ്രേയസ് അയ്യരെ പറ്റിയിട്ടാണ്. DCA 2020 മുംബൈക്കെതിരെ ഫൈനലിൽ എത്തിച്ചു. 2024 KKR കപ്പടിച്ചു കൊടുത്തു. 2025 പഞ്ചാബിനെ ഫൈനലിൽ എത്തിച്ചു. പഞ്ചാബ് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഫൈനലിൽ എത്തിയത് സേവാഗ് കളിച്ച കാലത്തിലാ. 2014 എന്തോ ബെയിലി ക്യാപ്റ്റൻ ആയിരിക്കുമ്പോ. എവിടെയാണ് KKRന്റെ അടി പതറാൻ തുടങ്ങിയെന്ന് അറിയും. ശ്രേയസ് അയ്യരെ വിട്ടു. ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അവർക്ക്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന്. ശ്രേയസ് അയ്യരെ അവര് വിട്ടോ അന്ന് തൊട്ട് അട്ടപ്പട്ടെല്ലാം മൂഞ്ചിലാണ്. ഇപ്പൊ കാണുന്നുണ്ടല്ലോ, അടിവാരത്തിന് വേണ്ടി മത്സരവും. ആരൊക്കെ തമ്മിൽ? KKRും മുംബൈ ഇന്ത്യൻസും. ശ്രേയസ് അയ്യരുടെ ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു മോനെ ഇന്ന്, ഹാർദിക് പാണ്ഡ്യയുടെ. അണ്ണാ നിങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, ഇനി വീണ്ടും പോയി കിടക്കാനാണ് പ്ലാന്. ഡെഫിനറ്റ്ലി 2026 IPL ഏറ്റവും ബെസ്റ്റ് ക്യാച്ച്. അത് കഴിഞ്ഞിട്ട് ആളുടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു മോനെ, പീക്ക് സാറ്. സോ ഇന്ന് ഒരിക്കലും മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് ആയിരുന്നില്ല, പീകോക്ക് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. അണ്ണൻ മാത്രമേ ആ ഒരു ബാഡ്ജിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ, ബാക്കി ഒക്കെ ശോകമായിരുന്നു, ഒക്കെ ശോകം. ആകാശം അണ്ണനൊക്കെ ഉണ്ട്. നമ്മൾ ഋതുരാജിനെ കുറ്റം പറയുന്നുണ്ട്, വാഴയാണ്, അത് മുഴുവാഴ. ആകാശം അണ്ണൻ ഈ മുതുവാഴ. ഇത് മാത്രമൊന്നല്ല, നമ്മുടെ വേൾഡ് കപ്പ് നോക്കിയാലും കാണാം, അണ്ണൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് വേൾഡ് കപ്പിലൊക്കെ. ഹാർദിക് പാണ്ഡ്യക്ക് ഇപ്പൊ ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എവിടെ ആറ്റിറ്റ്യൂഡ് വേണം? ആറ്റിറ്റ്യൂഡ് ഉണ്ട്, കളിയും ഇതൊന്നും പ്രതീക്ഷിക്കരുത്. തോറ്റേണ് എല്ലാവരും പറയും ഹിറ്റ്മാൻ ഇല്ല എന്ന്. ഹിറ്റ്മാൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഡീകോക്കിന്റെ 10% റണ്ണ് പോലും എടുത്തിട്ടുണ്ടാവില്ല. യു കാൻ സേ ഓൾ ദാറ്റ്. ഞാൻ ആദ്യം ഈ സീസൺ IPL തുടങ്ങുമ്പോൾ വിചാരിച്ചത് ഡീകോക്കും രോഹിത് ശർമ്മയും ഓപ്പൺ ചെയ്യുന്നതാണ്. പക്ഷെ ഇവർക്ക് ഡീകോക്കിനൊന്നും കൊണ്ടുവരാൻ നേരം ആയിട്ടുണ്ടായിരുന്നില്ല. അന്നേ ഇറക്കി വിട്ടെന്ന് വെച്ചാൽ ഇപ്പൊ അടിവാരത്തിന് വേണ്ടി മത്സരിക്കേണ്ടി വരില്ലായിരുന്നു. എനിക്ക് ആകെ ഇന്നത്തെ കളിയിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഒരു സ്ട്രാറ്റജി ഇഷ്ടമായിരുന്നു. നമാൻ ദിറിനെ കുറച്ച് നേരത്തെ ഇറക്കി വിട്ടു. ദാറ്റ് വാസ് എ വെരി നൈസ് പ്ലാൻ. അത് മാത്രമേ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൂ. ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ 16 ഓവർ 160 ഐ വാസ് എക്സ്പെക്ടിങ് 250 ടോട്ടൽ. 193 അയ്യേ, ഇതെന്തോന്ന്. മറ്റേ ബാറ്റിംഗ് ഇറങ്ങിയപ്പോ ഫസ്റ്റ് മറ്റേ പ്രിയാൻഷ് ആര്യ ഔട്ടായപ്പോ ഞാൻ കുറച്ച് ഷോക്കായി. ഇനിയിപ്പോ പൊട്ടുവോ? കാരണം എനിക്ക് പഞ്ചാബിന് ഇഷ്ടമാണ്. പിന്നീട് അവിടുന്ന് സർവം ശ്രേയസ് അയ്യർ, പ്രഭ് സിമ്രൻ, മായ അടിച്ചു തൂറ്റിക്കരുത്. ശ്രേയസ് അയ്യർ ഇനീഷ്യൽ ഡെലിവറീസിലൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അണ്ണൻ അടിച്ച് തൂറ്റിക്കാൻ തുടങ്ങി. മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗ് സൈഡ് വൻ കോമഡിയാണ്. ദീപക് ചഹാറിനൊക്കെ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു. 3 റണ്ണ് വേണം 20 ബോളിൽ വെച്ചാ അണ്ണൻ എന്ത് ചെയ്യും വെച്ചാൽ 3 വൈഡ് ഇട്ട് കൊടുക്കും, ഒരു ഫുൾ ടോസ് ഇട്ട് കൊടുക്കുക, അവർ 6 അടിച്ച് കളി തീർക്കട്ടെ. ദീപക് ചഹാറിനൊക്കെ വെച്ചിട്ടാണോ വണ്ടി ഓടിക്കാൻ പോണത്? ശ്രദ്ദുൽ താക്കൂർ, ലോർഡ് ശ്രദ്ദുൽ താക്കൂർ 1-2 നക്കിൾ ബോൾ അണ്ണൻ സൂപ്പർ ആയിട്ട് എറിയും. 5 ബോളിൽ ചിലപ്പോൾ 5 റണ്ണ് കൊടുക്കും, അടുത്ത ഓവറിൽ 30 റണ്ണ് കൊടുക്കും. ആ വണ്ടിയെ പ്രതീക്ഷിച്ചിട്ടാണോ ഇരിക്കുന്നത്? ഹാർദിക് പാണ്ഡ്യ യൂഷ്വലി ഹാർദിക് പാണ്ഡ്യ പിടിച്ച് അടിച്ചു കഴിഞ്ഞു വെച്ചാൽ ആള് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് കംബാക്കിനുള്ള. ഈ സീസണിൽ അത് കാണാനേ ഇല്ല. ബോൾട്ട് കളിച്ചിട്ടില്ല, സാൻഡർ കളിച്ചിട്ടില്ല. ബോൾട്ടൊക്കെ പ്രായമായി, നട്ടും ബോൾട്ട് അണ്ണന്റെ ഇളകിയിരിക്കുകയാണ്. ആ ബോൾട്ടിനെ പ്രതീക്ഷിച്ചിട്ടാണോ ടീം ഉള്ളത്? ഇവരുടെ ബോളിംഗ് ഭയങ്കര കോമഡിയാണ്. ബുംറ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, ഇതൊരു ലീക്ക് ആവുന്ന വാട്ടർ ടാങ്ക് ആണ് മുംബൈ ഇന്ത്യൻസ്. ബാറ്റിംഗ് പിന്നെ ഡീകോക്ക് കളിച്ചു, നമാൻ ദിർ കളിച്ചു, വേറെ ഒരൊറ്റ മനുഷ്യൻ കളിച്ചിട്ടില്ല. തിലക് വർമ്മ, അതേപോലെ തന്നെ ആകാശ് മണ്ണൻ, ഹാർദിക് പാണ്ഡ്യ, റിക്കിൾട്ടൺ, ഇവൻ രോഹിത് ശർമ്മ ഉണ്ടെങ്കിൽ രോഹിത് ശർമ്മ ആരും അധികം ഫോം ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇനി കപ്പൊന്നും വേണ്ട, അടിവാരം ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. KKR വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് നടന്നു. നിങ്ങൾ അവിടെ സമാധാനത്തിൽ ഇരുന്ന്
അടിവാരം കപ്പൊക്കെ അടിച്ചോ. ചെന്നൈ ആദ്യത്തെ 2-3 കളി തോറ്റപ്പോ ചെന്നൈ ഊമ്പി തോറ്റു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്താണ് അവ തോക്കുന്നത്? നന്നായി പൊട്ടണം, അത്രയും അഹങ്കാരമുണ്ട്. ദൈവത്തിന്റെ പോരാളികൾ തൂറി തോറ്റു, വളരെ നല്ലത്.